ഇത്താത്താനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടി വേമ്പോ. എന്തിത്താ എന്റെ പരിപാടി? ഞാനിവിടെ മനസ്സ് വായിച്ചോണ്ടിരിക്കുക. മനസ്സെന്താ പുസ്തകം വായിക്കേ? ഒരു മെന്റലിസ്റ്റിന് മനസ്സൊരു പുസ്തകമാണ്. ഒരു ബുക്ക് വായിക്കുന്ന പോലെ എളുപ്പത്തിൽ ഏത് മനസ്സും വായിക്കും. ആ ആൾക്ക് മെന്റലായെന്ന് എന്റെ കളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എനിക്ക് മെന്റൽ ആയിട്ടില്ല, അത് ഇത്താത്തക്ക് തോന്നാണ്. ഞാൻ പല മനസ്സുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് മെന്റലായി എന്നൊക്കെ തോന്നും. അതൊക്കെ സ്വാഭാവിക. അന്നെ കുതിരവട്ടത്ത് കാണിക്കാൻ ഞാൻ ഉപ്പച്ചിനോട് എന്തായാലും പറയാം. കുതിരവട്ടത്ത് പോയി രോഗികളെ ചികിത്സിക്കാനൊന്നും എനിക്ക് നേരം ഉണ്ടാവൂല. രോഗികളെ നോക്കാനല്ല, അജിയാണ് രോഗി, അന്നെ ചികിത്സിക്കാനാ. പടച്ചോനെ ഡോക്ടർ ആണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. ഡോക്ടറല്ല, ഞാൻ മെന്റലിസ്റ്റ് ആണ്. മെന്റലിസ്റ്റ്. ഇത്താത്ത പ്രേത സിനിമ ഉണ്ടില്ലേ, അതിൽ ജയസൂര്യ മെന്റലിസ്റ്റ് ആണ്. മനസ്സ് വായിക്കുന്ന ആൾ. ഇന്റർനെറ്റിൽ നോക്കി ഞാനും കുറച്ച് മെന്റലിസ്റ്റ് ഒക്കെ പഠിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് വായിക്കാൻ പറ്റുമോ? പേടിപ്പിക്കില്ല. ഇത് കണ്ണു തുറിപ്പിച്ച് നോക്കി പേടിപ്പിച്ച് കൊല്ലാൻ പോവാ. ഇത്താത്താന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ എനിക്ക് കാണാം കുനിഷ്ടും കുന്നായ്മയും അസൂയയും ദുഷ്ടത്തരവും നിറഞ്ഞൊരു മനസ്സ്. വായ തോന്നിയ ഓരോന്ന് പറയാണ്ട്. ഇത്താത്ത, ഇത് മനഃശാസ്ത്രവും മാജിക്കും ഹിപ്നോട്ടിസവും മിക്സ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാനിത് ശരിക്കും പഠിച്ചിട്ട് ഒരു മെന്റലിസ്റ്റ് പെർഫോമർ ആവും. നോക്കിക്കോ. എവിടെ പെർഫോം ചെയ്യാൻ പോകുന്നു? മാജിക്കുകാരെ പോലെ എനിക്കും വേദികൾ കിട്ടും. വേദികളും ചാനൽ പരിപാടികളുമായി ഞാൻ മനസ്സ് വായിച്ച് കാശുണ്ടാക്കും. എന്നാലും മെന്റലിസ്റ്റ് എനിക്കും പഠിപ്പിച്ചു തരണം. അത് ഞാനായിട്ട് ഇത്താത്ത നിക്കാതെ കഴിഞ്ഞാൽ ഇത്താത്ത കെട്ടിയവനോട് പറയണം എനിക്ക് മനസ്സ് വായിക്കാൻ അറിയാന്ന്. അതോളുടെ ആളുടെ മനസ്സ് നന്നായിക്കോളൂ. നല്ല ഐഡിയ ആണല്ലോ. അപ്പൊ ഇത്താത്ത സ്ഥലം കാലിയാക്ക്. എനിക്ക് കുറച്ച് ഏകാന്തത വേണം. മനസ്സ് ഏകാഗ്രമാക്കിയാലേ മെന്റലിസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ പോയേക്കാം. ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി മെന്റലിസ്റ്റ് ആവാണ്ടിരിക്കണ്ട കേട്ടോ.